നല്ല നാടൻ മത്തി മുളകിട്ടത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു ചട്ടി ചൂടാക്കി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായാൽ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടിയതിന് ശേഷം ചുവന്നുള്ളി 12 എണ്ണം ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 പച്ചമുളക് അരിഞ്ഞത്, 8 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ചെറിയ പീസ് ഇഞ്ചി ചതച്ചത്, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. എല്ലാം നന്നായി വഴണ്ട് വന്നാൽ പൊടികൾ ആഡ് ചെയ്യാം. 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് 2.5 ടേബിൾ സ്പൂൺ. സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണം മാറിയാൽ മീഡിയം സൈസിലുള്ള 2 പഴുത്ത തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഈ തക്കാളി പേസ്റ്റ് നന്നായി കുക്കായി എണ്ണ തെളിഞ്ഞു വരണം. 2-3 മിനിറ്റ് തക്കാളി കുക്കാകുന്നതുവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം. അതിനുശേഷം കുടംപുളി ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത കുടംപുളിയാണ്, അതുകൊണ്ട് 3 പീസ് കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫിഷ് മുങ്ങിക്കിടക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. തക്കാളി അരച്ച് ചേർക്കുമ്പോൾ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. അതുപോലെ കാശ്മീരി മുളക് പൊടി ചേർത്താൽ കറിക്ക് നല്ല കളറും കൊഴുപ്പും കിട്ടും. അടുത്തതായി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കറി നന്നായി തിളച്ച് വരണം. അതിനുവേണ്ടി കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഇപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മത്തി കറിയിലേക്ക് ആഡ് ചെയ്യാം. മീനൊന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുത്താൽ ഉപ്പും എരിവും പുളിയുമൊക്കെ മീനിലേക്ക് പെട്ടെന്ന് പിടിക്കും. 1/2 കിലോ മത്തിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഫിഷെല്ലാം ചട്ടിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തവിയോ സ്പൂണോ ഉപയോഗിച്ച് ഇളക്കരുത്. ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇനി കറി നന്നായി തിളച്ച് മീൻ കുക്കായി കറി ഒന്ന് കുറുകി വരണം. ഇപ്പോൾ മീൻ കുക്കായിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. മൺചട്ടി ആയതുകൊണ്ട് ചൂട് കുറച്ച് ടൈം നിൽക്കും. അപ്പോൾ ഒന്നുകൂടി കറി വറ്റി വരും. അതുകൊണ്ട് ഈ പരുവത്തിൽ സ്റ്റൗ ഓഫ് ചെയ്യണം. മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ. ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.